ഇന്നത്തെ ദിവസം അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ വീണ്ടും അടി നടക്കുകയാണ്. കിച്ചണടി ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നെവിൻ പാലും മറ്റു കാര്യങ്ങളൊക്കെ കയ്യിൽ കൊണ്ട് പോകുന്നത്. അപ്പോഴേക്ക് ഷാനവാസ് ഇത് പിടിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ പാൽ കവർ പൊട്ടിയിട്ട് ഷാനവാസിൻ്റെ ദേഹത്തും വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് നെവിൻ്റെ ദേഹത്ത് വീണ്ട് നെവിൻ നേരെ ഷാനവാസിൻ്റെ ദേഹത്ത് എല്ലാം തട്ടി തുറപ്പിക്കുകയാണ്, എല്ലാം എടുത്ത് എറിയാണ്. അങ്ങനെ എറിഞ്ഞതിൻ്റെ ആ സമയത്ത് തന്നെ ഷാനവാസിൻ്റെ നെഞ്ചിലൊരു തട്ട് കിട്ടിയും തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് ക്യാമറയിൽ കാണിക്കുന്നില്ല. എന്തായാലും ഷാനവാസ് അപ്പം തന്നെ അവിടെ വീഴുന്നുണ്ട്. ഓൾറെഡി ഷാനവാസ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പം എന്ത് പറ്റിയിട്ടാണ് അങ്ങനെ വീഴുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ടുകൊണ്ട് അനീഷും നൂറയൊക്കെ പിടിക്കുന്നുണ്ട് ഷാനവാസിനെ. പക്ഷേ ആര്യനും നെവിനും ഒക്കെ പറയുന്നത് ഡ്രാമ എന്നാണ്. ഇത് കണ്ടിട്ട് നെവിൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെന്ന് വെച്ചാൽ ഡ്രാമയാണെന്ന് പറഞ്ഞ് നെവിൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. ആര്യനും പറയുന്നുണ്ട് ഇത് ഡ്രാമയാണെന്ന്. അതിനിടയ്ക്ക് അവിടെ വീണ്ടും ആര്യനും അക്ബറും ഒക്കെ തമ്മിൽ അനു ഓടി വന്ന് പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് അക്ബറിൻ്റെ അടുത്തും വീണ്ടും അവർ പരസ്പരം അടിയുണ്ടാക്കുന്നത്. നൂറയും അക്ബറും തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കുന്നു. ഡ്രാമയാണല്ലേ, ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ വീണ്ടും വഴക്കാവുന്നുണ്ട്. അങ്ങനെ ഷാനവാസിനെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നു. പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയത്. നെവിൻ്റെ ഈ ആഴ്ചത്തെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. നെവിൻ കാണിച്ച വീട്ടിൽ മൊത്തം കാണിച്ച ഭയങ്കര ഇറിറ്റേറ്റിംഗ് പ്രവർത്തനങ്ങളായിരുന്നു നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണ എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ അവരെ വേറൊന്നും പറയാറില്ല. നെവിനെ ആയാലും അക്ബറിനെ ആയാലും ആര്യനെ ആയാലും വേറൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഒരു കളി രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആരെന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, എന്നൊന്നും പറയില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ ആഴ്ച തിരഞ്ഞെടുത്ത 3 ക്യാപ്റ്റന്മാരും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ക്യാപ്റ്റന്മാരാണ്. കാരണം ഒരാൾ വയ്യാതെ വീഴുമ്പോഴാണ് ക്യാപ്റ്റനാണ് ആദ്യം അത് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഒരു ക്യാപ്റ്റന് പകരം 3 ക്യാപ്റ്റന്മാരുണ്ടായിട്ട് പോലും അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഡ്രാമ എന്നും പറഞ്ഞു ഒരാൾ വയ്യ എന്നുള്ളൊരു ഇത് വരുമ്പോൾ ഒരിക്കലും അത് ഡ്രാമയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ചിലപ്പോൾ അയാളുടെ അഭിനയമോ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ വയ്യ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആദ്യം കെയർ ചെയ്യേണ്ടതാണ് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം. ചിലപ്പോൾ അഭിനയമോ കളിയോ ആയിട്ട് രീതിയിലാണ് അയാൾ കാണിച്ചതെങ്കിൽ പിന്നീട് ആ രീതിയിൽ അങ്ങ് പോയിക്കോളും. പക്ഷേ അത് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ആകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ചാൻസ് കൊടുക്കാതെ വയ്യാതെ നടക്കുന്ന ഒരാൾ അപ്പോൾ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ബിഗ് ബോസ് 2-3 തവണ പറഞ്ഞതിന് ശേഷമാണ് അവർ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഷാനവാസിനെ ഡോക്ടേഴ്സൊക്കെ വന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് എല്ലായിടത്തും വന്നിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നെവിൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ അത് വിളിക്കുമ്പോൾ നെവിനാണെങ്കിൽ എസ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വീണ്ടും ബിഗ് ബോസ് ദേഷ്യത്തോടെ പറയാണ് നെവിൻ ഞാൻ വിളിച്ചത് കേട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുന്ന നെവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്, ഇനി ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നെവിനെ അപ്പം തന്നെ പുറത്താക്കുന്നതായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ഇറക്കി വിടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. അങ്ങനെ നെവിന് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് ബിഗ് ബോസ് ഇരുത്തുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്നു വിശ്വസിക്കുന്നു. എന്തായാലും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.